ഇന്ത്യക്കാർക്ക് ഏറെ സുരക്ഷിതം നമ്മുടെ നാട് തന്നെയാണ്, ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ വിട്ട് പുറത്ത് തൊഴിൽ തേടി പോകുന്ന ഇന്ത്യക്കാർ കുടുംബമായി പോകുന്നവർക്കൊന്നും ഇപ്പോൾ കിടക്കപ്പുറതിയില്ലാത്ത അവസ്ഥയാണ്. എവിടെ നോക്കിയാലും വിദേശ ഇന്ത്യക്കാർക്കെതിരെ വംശീയ അധിക്ഷേപങ്ങൾ, ആക്രമണങ്ങൾ, കയ്യേറ്റങ്ങൾ, അങ്ങനെ സംഭവം ഇന്ത്യൻ അധികൃതരുടെ കയ്യിൽ പോലും നിൽക്കാത്ത തലത്തിൽ മുന്നോട്ട് പോവുകയാണ്. വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളുടെയും വിദ്വേഷ കുറ്റകൃത്യങ്ങളുടെയും എണ്ണം വർദ്ധിച്ചു വരികയാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. CPM-ന്റെ വി ശിവദാസൻ MP പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യത്തിന് വിദേശകാര്യ മന്ത്രി S ജയശങ്കർ നൽകിയ ഉത്തരം ശ്രീലങ്ക, പിന്നെ അമേരിക്ക, കാനഡ, ജർമ്മനി, അയർലൻഡ്, നമ്മുടെ UAE ഒട്ടും മോശമല്ല. ഇവിടങ്ങളിലൊക്കെ ഇന്ത്യക്കാർക്കെതിരെ അതിക്രമങ്ങൾ, അധിക്ഷേപങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്നാണ്. തിരിച്ച് പ്രതികരിക്കാതെ ജീവിക്കാൻ വേണ്ടി ഈ രാജ്യങ്ങളിൽ പോയി നടുപൊടിഞ്ഞ് പണിയെടുക്കുന്ന ഇന്ത്യക്കാരെ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. പ്രതിരോധശേഷി കുറവാണ് അവർക്ക്. അതുകൊണ്ട് തന്നെയാണ് അവർക്കെതിരായി തിരഞ്ഞു പിടിച്ചുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കാനും കാരണം. കേന്ദ്ര സർക്കാരിന്റെ മറുപടി പ്രകാരം 2022 മുതൽ അക്രമ സംഭവങ്ങൾ കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട്. 2022 ആകെ 52 ആക്രമണങ്ങളാണ് ഈ രാജ്യങ്ങളെ റിപ്പോർട്ട് ചെയ്തത്. 2023 109ആയി. 2024 ഇതേ സ്ഥിതിയായി 107 സംഭവങ്ങളാണ് 24-ൽ. 2025 ജൂലൈ വരെ 50 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതായത് ഈ വർഷം ഇന്ത്യക്കാർക്കെതിരെ അതിക്രമങ്ങൾ കൂടി വരികയാണ്. അയർലൻഡിലെ ഇന്ത്യക്കാർക്കെതിരെ അവിടുത്തെ ചെറുപ്പക്കാർ നടത്തുന്ന വംശീയ ആക്രമണങ്ങൾ ഏറുകയാണ്. ഏറ്റവും ഒടുവിലത്തേത് അയർലൻഡിൽ വാട്ടർഫോർഡിലാണ് ഒരു ഇന്ത്യൻ വംശജയായ വെറും ഒരു 6 വയസ്സുകാരിക്കെതിരെ നടത്തിയ അതിക്രമങ്ങൾ. 12-നും 14-നും ഇടയിൽ പ്രായമുള്ള 5ഓളം ആൺകുട്ടികളാണ് കുട്ടിയെ വംശീയമായി അധിക്ഷേപിച്ചതെന്നാണ് റിപ്പോർട്ട്. കോട്ടയം സ്വദേശികളായ ദമ്പതികളുടെ മകൾക്കാണ് ഈ ആക്രമണം ഉണ്ടായത്. എന്തായാലും ഇന്ത്യക്കാർ വൃത്തികെട്ടവന്മാരാണെന്നും രാജ്യത്തേക്ക് മടങ്ങിപ്പോകണമെന്നൊക്കെ ആവശ്യപ്പെട്ടാണ് ഈ കൗമാരക്കാർ ആക്രമണം നടത്തിയെന്നാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇതിന് മറുപടിയായി അയർലൻഡിലെ ഇന്ത്യൻ എംബസി ഇന്ത്യക്കാരോട് കരുതിയിരിക്കാനും ജാഗ്രത പുലർത്താനും ഒക്കെ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യക്കാർക്കെതിരായ അതിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് ശ്രീലങ്കയിലാണ്, 66 കേസുകൾ. പിന്നാലെ അമേരിക്കയിൽ ഒട്ടും കുറവല്ല, 34 കേസുകൾ. UK-യിൽ 19, ജർമ്മനിയിൽ 13, പിന്നെ ഏറ്റവും കൂടുതൽ പ്രവാസി ഇന്ത്യക്കാരുള്ള UAE-യിൽ 22 ആക്രമണ സംഭവങ്ങൾ നടന്നുവെന്നാണ് റിപ്പോർട്ട്. ഫിലിപ്പൈൻസിൽ 19-ഉം ഓസ്ട്രേലിയയിൽ 8-ഉം ആക്രമണം നടന്നിട്ടുണ്ട്. മിക്കതിലും ഇരകളാകുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളൊക്കെയാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികളും കുടിയേറ്റ തൊഴിലാളികളും കൂടുതലുള്ള രാജ്യങ്ങളാണ് ഇങ്ങനെ അതിക്രമങ്ങൾ അരങ്ങേറുന്നത്. ഈ ആക്രമണങ്ങൾ വംശീയ തീവ്ര ദേശീയതയുടെ ഭാഗമായി നടക്കുന്ന ചില രോഷം തീർക്കലായി മാറുന്നു. വലതുപക്ഷ തീവ്ര ദേശീയ സംഘക്കാർ, പിന്നെ ആസൂത്രിതമായി ഭീതി ഉയർത്തുന്ന മറ്റ് സംഘങ്ങൾ, മാഫിയകൾ, പിന്നെ മയക്കുമരുന്ന് അടിമകളായ ചെറുപ്പക്കാർ, ഇവരെല്ലാം ഇന്ത്യക്കാർക്കെതിരെ വ്യാപകമായ അതിക്രമണം അഴിച്ചുവിടുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട്. ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ ഭരണകൂടം ശക്തമായി ഇടപെടണമെന്നും എംബസികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നും CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും അക്രമം നേരിടുന്നത് പരാതിപ്പെടാൻ ഒരിടം കണ്ടെത്താൻ പോലും സാധിക്കാത്തതും ഭീതിയിലാണ്. വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ദേശീയ സുരക്ഷ ആയി തന്നെ കണ്ട് ഇന്ത്യക്കാർക്കുള്ള സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് ഇപ്പോൾ CPM-ന്റെ അംഗം ഡോക്ടർ ശിവദാസൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ച ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച